എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ്, സൂര്യനായകനെ എത്തിയ ഏറ്റവും പുതിയ തമിഴ് മൂവിയാണ് കങ്കുവ. പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്ത മൂവി കൂടെയാണ് കങ്കുവ. തിയേറ്ററുകളിൽ ആവറേജ് അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ 13 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. അടുത്ത അപ്ഡേറ്റും ഒരു തമിഴ് മൂവിയുടെയാണ്. കെവിൻ പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമയാണ് ബ്ലഡി ബഗർ. തിയേറ്ററുകളിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ഇതൊരു കോമഡി എന്റർടൈനർ മൂവിയാണ്. ഈ സിനിമ നവംബർ 29 പ്രൈം വീഡിയോയിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ്, ദീപാവലി റിലീസിന് തെലുങ്കിൽ നിന്നും എത്തി വിജയിച്ച പാൻ ഇന്ത്യൻ ചിത്രമാണ് കാ. ഇപ്പോൾ ഈ സിനിമയുടെ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ വരുന്ന ആഴ്ച നവംബർ 28 ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ സിനിമ ലഭ്യമാകുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ്, മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഫുട്ടേജ് എന്ന മൂവിയുടെയാണ്. ഒരു ആവറേജ് അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരുന്നത്. എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഫുട്ടേജ് എന്ന സിനിമയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ്, അമൽ നീരദ് സംവിധാനം ചെയ്ത ബൊഗൈൻ വില്ല എന്ന സിനിമയുടെയാണ്. നല്ലൊരു ഹൈപ്പ് കിട്ടിയ ഒരു മൂവി കൂടെയാണ് ബൊഗൈൻ വില്ല. പക്ഷേ തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ എത്തിയൊരു സിനിമയാണ് ബൊഗൈൻ വില്ല. ഇപ്പോൾ ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടി ഈ സിനിമയും OTT റിലീസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.